ഒരു പരിചയവുമില്ലാത്ത 10 വയസ്സുള്ള കുഞ്ഞിന് സ്റ്റെം സെൽ ദാനം ചെയ്യാനായി ഒരു പ്രവാസി യുവാവ് നാട്ടിലേക്ക് പറന്നു. മജ്ജ മാറ്റിവെക്കലിന് കുട്ടിക്ക് ചേരുന്ന അപൂർവ സ്റ്റെം സെൽ ഇദ്ദേഹത്തിൻ്റെതായിരുന്നു. കോഴിക്കോട് മുക്കം സ്വദേശി അംജദാണ് മാതൃകയായത്. തനിക്ക് ആരാണ് എന്ന് പോലും അറിയാത്ത ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ യുഎയിൽ നിന്ന് വിമാനം കയറി കേരളത്തിൽ പോയി സ്റ്റെം സെൽസ് ഡൊണേറ്റ് ചെയ്ത ഒരു പ്രവാസി മലയാളി അംജിദാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത്. ഇത് വളരെ റെയറാണ്. 10 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമേ ഈ സ്റ്റെം സെൽസ് മാച്ച് ആവൂ. അതാണ് ഇതിൻ്റെ കാരണം. ഇതിൻ്റെ ഒരു വാല്യൂ തിരിച്ചറിഞ്ഞ് 3-4 ദിവസം ലീവ് എടുത്ത് നാട്ടിൽ പോയി ഡൊണേറ്റ് ചെയ്ത് തിരിച്ചു വന്ന് വീണ്ടും ജോയിൻ ചെയ്തു. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു കഥ, എങ്ങനെയാണ് ഇതിന് പോയത്? ഇത് ധാത്രി പറഞ്ഞിട്ടൊരു ടീമുണ്ട്. അവരാണ് ഇന്ത്യയിൽ മൊത്തം സ്റ്റെം സെല്ലിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു കേസ് വന്നത് ഒരു 10 വയസ്സായ കുട്ടിക്കാണ്. എന്നോട് എന്നെ വിളിച്ച് 2 മാസം മുമ്പാണ് വിളിച്ചത്. പക്ഷേ എനിക്ക് ആകെ എന്നോട് പറഞ്ഞത് 10 വയസ്സായ കുട്ടിക്ക് ഇങ്ങനെ നിങ്ങളുടെ മാച്ച് ആയിട്ടുണ്ട്. ആ മാച്ച് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നമ്മൾ പാലിയേറ്റീവ് കെയർ ബ്ലഡ് ഡൊണേഷനൊക്കെ സമയത്ത് ആക്റ്റീവാണ്. അപ്പോൾ ആ സമയത്ത് ഒരു മലപ്പുറത്തുള്ള ഒരു 7 മാസം പ്രായ കുട്ടിക്ക് ഇതേ സെയിം കേസ് വന്നിരുന്നു. അപ്പോൾ നമ്മളെ കോളേജുകളും മൊത്തം എല്ലാ സ്ഥലത്തും ഈ ക്യാമ്പുകൾ നടത്തി. കാരണം ആരെങ്കിലും മാച്ച് ആവുണ്ടോ നോക്കി. അന്ന് ഞാൻ ജസ്റ്റ് സാമ്പിൾ കൊടുത്താണ് 2014. അന്ന് ഈ കുട്ടി ജനിച്ചിട്ട് പോലും ഇല്ല. ഈ കുട്ടിക്ക് ഇപ്പോൾ 10 വയസ്സാണ്. 11 വർഷം മുമ്പ് നമ്മൾ സാമ്പിൾ കൊടുത്താണ്. അപ്പം അന്ന് നമ്മളെ വേറെ സ്ഥലത്തു നിന്നൊരു ആളുടെ മാച്ച് ചെയ്യാൻ ആ കുട്ടിക്ക് കൊടുത്ത്. പിന്നെ അതിന് ശേഷം ഇപ്പം 2 മാസം മുമ്പാണ് എനിക്ക് കോൾ വന്നത്. വേറൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മാച്ച് ചെയ്യേണ്ടതാണ്. കാരണം ഒരു വട്ടം ഡാറ്റ കൊടുത്താൽ അതുപോലെ കയ്യിലുണ്ടോ. അത് ശരിക്കും നമ്മളെ കവിളിലില്ലേ, കവിളിൽ നിന്നാണ് അതിൻ്റെ ഉമ്മീര് പോലെ ആ സാധനം നമ്മൾ ടെസ്റ്റ് ചെയ്യുക പോലെ. അപ്പം ആ മാച്ച് ആയി പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞു. കാരണം നമുക്ക് എന്താ വെച്ചാൽ ഈ കേസിൽ നമ്മൾ പാലിയേറ്റീവ് ബ്ലഡ് ഡൊണേഷനിലെ കുറേ കുട്ടികളും ഇതൊക്കെ നമുക്ക് അറിയാം. കാരണം ഇതിനോട് കിട്ടാൻ കാരണം ഒരു കുട്ടിൻ്റെ ജീവിതമാണല്ലോ, 10 വയസ്സ് തന്നെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന പ്രായമാണല്ലോ. അപ്പോൾ ഞാൻ അപ്പൻ ഓക്കെ പറഞ്ഞ് പിന്നെ ഓല അതിൻ്റെ പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഞാനൊരു 2 ആഴ്ച മുമ്പ് നാട്ടിൽ പോയിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് ഒരു 10-27 ടെസ്റ്റിൻ്റെ ശരീരം മൊത്തം ചെയ്ത്. കാരണം നമ്മളെ ബ്ലഡ് അത്രയും ഓക്കെയാണ്, നമ്മുടെ ശരീരം അത്രയും ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു സ്റ്റെം സെൽ ഡൊണേഷന് വേണ്ടിയിട്ട് യുഎയിൽ നിന്ന് എന്തിനാണ് കേരളത്തിലേക്ക് പോകുന്നത് എന്ന് പലരും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. ഇങ്ങനെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോൾ വന്ന സമയത്തുള്ളൊരു ഫീൽ എന്തായിരുന്നു? അത് യുഎയിൽ നിന്ന് എന്നല്ല, ലോകത്ത് എവിടെയാണ് ഞാൻ അവിടെ എത്തും. കാരണം വെച്ചാൽ നമ്മളൊരു 5 ഡേ കൊണ്ട് ഒരു 10 വയസ്സായ കുട്ടീൻ്റെ ജീവിതമാണ് രക്ഷപ്പെടുന്നത്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. ലോകത്ത് നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ ഞാൻ നേരെ അവിടേക്ക് എത്തി. അതിൽ ഏറ്റവും എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഫുൾ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ടെസ്റ്റിൽ റെഡി ആവാത്ത ടെസ്റ്റുകൾ വീണ്ടും ചെയ്തിട്ട് ഒക്കെ ഫുള്ള് ഫിനിഷ് ആക്കി. കാരണം വെച്ചാൽ എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നാളെ ആ കുട്ടിക്കും ബാധിക്കും. അത് ഉണ്ടാവാൻ പാടില്ല. കാരണം ഞാൻ കൊടുത്തുകൊണ്ട് ആ ഫാമിലിക്ക് വേറൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അപ്പോൾ അത് ഫുള്ള് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ അങ്ങോട്ട് എത്തിയത്. ഈ ഒരു കുട്ടീനെ കുറിച്ച് അറിയാനോ ആ കുട്ടീനെ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ തോന്നില്ലേ? അവരെന്നെ വിളിച്ചപ്പോൾ അവരെന്നോട് ആകെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, 10 വയസ്സായ കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൂ. കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. എനിക്കൊരു 9 വയസ്സായ ചെറിയ അനിയുണ്ട്, അയാൻ എന്ന് പറഞ്ഞിട്ട് അനിയുണ്ട്. എനിക്ക് ഫസ്റ്റ് മനസ്സിൽ വന്ന അവൻ്റെ മകനാണ്. അതേപോലെ ഇങ്ങനെ ബാധിച്ചിട്ട് ഞാൻ പാലിയേറ്റീവ് കെയർ ബ്ലഡ് ഡൊണേഷൻ കേരളത്തിൻ്റെ പ്രസിഡന്റ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരെ ആദ്യം കോൺടാക്ട് ഉണ്ട്. അത് ക്യാൻസർ മാത്രമല്ല പല അസുഖങ്ങളും ബാധിച്ച കുറേ കുട്ടികൾ എനിക്ക് ആദ്യം അറിയാം. നമ്മൾ ചാറ്റിങ് ഇതൊക്കെ ഉള്ള ഉണ്ട്, നമ്മളോട് ചെയ്യാൻ പറ്റുന്നൊക്കെ അവരോട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫസ്റ്റിൻ്റെ മൈൻഡിൽ അവരൊക്കെയാണ് ഓർമ്മ വന്നത്. അവരുടെ മുഖങ്ങളൊക്കെ മനസ്സിൽ വന്നപ്പോൾ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താ വെച്ചാൽ എൻ്റെ ആ സ്റ്റെംസിൽ ആ കുട്ടിക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ളത്. ഫസ്റ്റ് അത് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ കാണാൻ പറ്റണം എൻ്റെ ആഗ്രഹം, കുട്ടി ആരോഗ്യനായി ഇരിക്കട്ടെ. പക്ഷേ കാണുമ്പോൾ ഉള്ളത് എനിക്ക് പോലും പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇതുവരെ കാണാത്ത ഒരാളാണ്. ഏത് ചിലപ്പോൾ മലയാളം ചിലപ്പോൾ തിരിയണമെന്നില്ല, ചിലപ്പോൾ എനിക്ക് അറിയാത്ത ഭാഷക്കാരനായിരിക്കും. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളാവാൻ ചാൻസ് ഉണ്ട്. മറ്റൊരാളുടെ ജീവൻ നിലനിർത്താൻ ഏതെങ്കിലും രീതിയിൽ നമുക്ക് കഴിയുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ക്യാമറമാൻ യാസിർ അറഫാത്തിനൊപ്പം അക്ഷയ് പേരാവൂർ, മീഡിയ 1, അജ്മാൻ.